ഹലോ, ഇന്ന് വളരെ മനോഹരമായ ഒരു ചെടിയുടെ ഫുൾ വിശേഷമാണ് ഞാനിവിടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ആ സുന്ദരൻ ചെടി. ഈ ചെടിയുടെ പേരെന്താണെന്നറിയോ? അലോക്കേഷ്യ ആമസോണിക്ക എന്നാണ് ഇതിനെ പറയുന്നത്. എലഫൻ്റ് ഇയർ എന്ന് പറയാറുണ്ട്. പിന്നെ വേറെ പല പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ചെടിയുടെ ഭംഗിയൊന്ന് നോക്കാം. ഇതിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ ഇലയുടെ ഡിസൈൻ തന്നെ കണ്ടില്ലേ? എലഫൻ്റ് ഇയർ എന്ന് പറയുന്ന ഒരു ആനച്ചെവിയുടെ ഒരു ഷേപ്പൊക്കെ ഏകദേശമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ലെങ്തുള്ള ഇലയാണ്. അതിൻ്റെ കളറാണ് അതിനെ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യിക്കുന്നത്. അതിൻ്റെ ഗ്രീനിൽ ഒരു സിൽവർ കളറിലെ വെയിൻ കൊണ്ട് ഇങ്ങനെ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ല ഗ്രീൻ കളറാണ്, നല്ല ഗ്ലേസിങ് ഉള്ള ഒരു ഇലയാണ്. ഇതിനെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അത് എപ്പോഴും നല്ല ഗ്ലേസിങ്ങോടെ ഇരിക്കും. ഞാൻ എപ്പോഴും തൂത്ത് തുടച്ചൊക്കെ വെക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലെ കളർ ഉണ്ടോ, നല്ലൊരു പർപ്പിൾ കളറ്. ഇത് നമ്മൾ ഈ ഇല സൈഡ് തിരിഞ്ഞ് വെച്ചാലും ആ പർപ്പിൾ കളറും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഒരു ചെടിയിൽ തന്നെ ധാരാളം ഇലകളുണ്ടാവും. തണ്ടിൽ നിന്ന് നിറയെ ഇലകളാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇതിങ്ങനെ ആടി കളിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു ആന നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് ഇങ്ങനെ തുമ്പിക്കൈ വെച്ചൊക്കെ ഇങ്ങനെ ഇളകി ഇളകി നിൽക്കുന്ന ഒരു ഫീലാട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ കൊണ്ടുപോയി ഫ്രണ്ടിലൊരു വൈറ്റ് പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. ലോങ് സൈറ്റിൽ തന്നെ ആരും ശ്രദ്ധിക്കപ്പെടും. ഞാനിതൊരു സാധാരണ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഒരൊറ്റ ചെടിയാണിത്. പിന്നെ അതിൻ്റെ സൈഡിൽ കണ്ട ഒരു കുഞ്ഞ് ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചെടി മെച്യൂർഡായി കഴിയുമ്പോഴാണ് ഇതിന് ബേബി പ്ലാന്റ് വരും. പിന്നെ അതിന് ചെറിയൊരു ഫ്ലവറും ഒക്കെ വരും. ഇതിന് കിഴങ്ങാണ് അടിയിലുള്ളത്, ചേമ്പിനൊക്കെ ഉള്ള പോലത്തെ കിഴങ്ങ്. പിന്നെ ഇതിൻ്റെ പൂവ് കണ്ടോ, ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ് ഒന്നും അല്ല, നമ്മുടെ ലീഫി പ്ലാന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. വലിയ ഭംഗിയൊന്നുമുള്ള പൂവല്ല. നമ്മൾ എല്ലാ ചേമ്പ് ചെടിയിലും ഉണ്ടാകുന്ന പോലത്തെ ഒരു ഫ്ലവറാണ്. അപ്പോൾ അതിനെ ഇത് മെച്യൂർഡ് ആകുമ്പോഴാണ് ഈ ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്ലവറിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അത് അതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇത് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും കുറേ ഇലകൾ ഇതിൽ വരും. പിന്നെ ഇതിന് ബേബി പ്ലാന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കിഴങ്ങിൽ നിന്നും വേര് മുകളിലേക്ക് വന്ന് അതിലാണ് ബേബി പ്ലാന്റ് ഉണ്ടാകുന്നത്. ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ചട്ടിയിൽ തന്നെ 6, 7 ഒക്കെ കുഞ്ഞു തൈകൾ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് വേരിങ്ങനെ പൊങ്ങി വരും. ഇത് കണ്ടോ, ഇതൊക്കെ പ്ലാന്റായിട്ട് വരും, കുഞ്ഞു പ്ലാന്റായിട്ട് വരും. കുഞ്ഞു പ്ലാന്റ് ആകുമ്പോൾ അതിൽ ആ സിൽവർ ഡിസൈൻ ഒന്നും കാണാൻ പറ്റില്ല. നല്ല ഗ്രീൻ കളറായിരിക്കും. ഇത് കുറച്ചുകൂടി വലുതായി 2, 3 ഇലയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വേറെ ചട്ടിയിലൊക്കെ വെക്കാം. ഒരു 6, 7 ചട്ടിയിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, കോർണർ സെറ്റ് ചെയ്യാനൊക്കെ. ഇതിന് പിന്നെ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, ബ്രൈറ്റ് ലൈറ്റ് വേണം. പിന്നെ ഡയറക്റ്റ് വെള്ളവും വേണ്ട. നമ്മൾ ഔട്ട്ഡോർ വെക്കുമ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചാൽ മതി. ഷെയ്ഡിൽ വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ലോ ലൈറ്റും പാടില്ല. നമ്മൾ ഇൻഡോർ വെക്കുമ്പോഴും തീരെ ലൈറ്റ് കുറഞ്ഞ സ്ഥലത്തൊന്നും വെക്കരുത്, ലൈറ്റ് ഉള്ളിടത്ത് വേണം വെക്കാനായിട്ട്. ഇത് കണ്ടോ, ഇത് എൻ്റെ ഒരു പഴയ മദർ പ്ലാന്റാണിത്. ഇതൊരു 4 ഇയർ കഴിഞ്ഞതാണ്. ഇതുപോലൊരു കിഴങ്ങാണ് അതിനുള്ളത്. ഈ കിഴങ്ങിൽ നിന്നാണ് ഈ ചെടികളുടെ തൈകളെല്ലാം പൊട്ടിമുളച്ച് വരുന്നത്. അതിലൊരു ചെറിയ തൈ നിൽപ്പുണ്ട്. ഞാനത് ഇത്രയും വർഷമായപ്പോൾ അതിങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ അതിനെ ഇങ്ങനെ അടർത്തിയെടുത്തതാണ്. ഇനി നമുക്ക് ഈ ചെറിയ തൈയെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ ഈ കിഴങ്ങിനെ 3-4 കഷ്ണമായിട്ട് മുറിച്ച് അതും നമുക്ക് നട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് 5-6 തൈകൾ കൂടെ നമുക്ക് കിട്ടും. ഒരു കിഴങ്ങിൽ നിന്നും കുറേ തൈകൾ കിട്ടും കേട്ടോ. അതായത് ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ നല്ലപോലെ വേരുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് തേച്ച് കൊടുക്കണം. ഞാൻ സാഫാണ് എല്ലാ ചെടികൾക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അന്നേരം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഗ്ലൗസ് യൂസ് ചെയ്യണം. എൻ്റെ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ മണ്ണിലൊക്കെ ഒരുപാട് ഇതൊക്കെ ഉള്ളതാണ്. അലർജി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ആകെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്ത് വേണം നമ്മൾ മണ്ണും വളങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു പോട്ടി മിക്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഏത് ചെടി നട്ടാലും നമ്മൾ വളരെ ലൂസ് മണലായിരിക്കണം. അതായത് വെള്ളം ഒഴിച്ച ഉടനെ തന്നെ വാർന്നു പോകണം. പിന്നെ ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് അതിന് പറ്റിയ രീതിയിലൊരു പോട്ടി മിക്സ് ഞാനിത് ഇട്ടിരിക്കുന്ന കരിയില ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട്. ചാണകപ്പൊടി എന്തായാലും നിർബന്ധമാണ്. ഇലച്ചെടികൾക്കെല്ലാം ചാണകപ്പൊടി വേണം. അതൊരു പിടി ചാണകപ്പൊടിയെ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഗാർഡൻ സോയിൽ, പിന്നെ കുറച്ച് ചകിരിച്ചോറും വേണമെങ്കിൽ ഇടാം. ഞാനിത് ഔട്ട്ഡോറായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഔട്ട്ഡോർ എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിലൊന്നും അല്ല. ഞാൻ കാണിച്ചു തരാം, വീഡിയോയുടെ അവസാനം കാണിക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഇടുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഈ ചെടി ചേമ്പായതുകൊണ്ട് അത് ഒത്തിരി വെള്ളമായ ഈ ചേമ്പും കിഴങ്ങൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ ചകിരിച്ചോറ് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കരിയിലയോ എന്താണെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക്
നട്ടിട്ടുണ്ട്. അതിനൊരു മുകുളം കൂടി വരുന്നുണ്ട്. ആ മുകളിൽ വരുന്ന രീതിയിൽ വേണം നടാനായിട്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് അടിയിൽ കൂടെ വെള്ളം വാർന്നൊഴുകുന്നത് പോലെ ഒഴിച്ചിട്ട് ഷെയ്ഡിൽ വെക്കാം. പിന്നെ നമുക്ക് ഉടനെ ഒന്നും ഒഴിക്കണ്ട. അതിൻ്റെ ടോപ്പ് സോയിൽ ശരിക്കും ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. 2-3 ഇലയൊക്കെ വന്നതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഞാൻ ഈ കിഴങ്ങെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാത്തിനും ഞാൻ സാഫ് ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതതിൻ്റെ ടോപ്പ് ഭാഗമാണ്. അതിലൊക്കെ വേര് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ നാമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും നശിച്ചു പോകത്തൊന്നുമില്ല. ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ സമ്മറിലൊക്കെ കിടന്ന് ഉണങ്ങി പോയാലും മഴക്കാലത്ത് ഈ ചട്ടിയിൽ വെള്ളം വീണ് കഴിയുമ്പം ആ കിഴങ്ങിൽ നിന്ന് പിന്നെയും തൈകൾ ഒരുപാട് പൊട്ടിക്കിളർത്ത് വരും. നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റാണ് കേട്ടോ. കൂട്ടുകാർക്ക് എവിടെ നിന്നെങ്കിലും ഒരു തൈയോ ഇതുപോലൊരു കിഴങ്ങിൻ്റെ കഷ്ണമൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെക്കണം. അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. എനിക്കിത് 3-4 പോട്ടിലുണ്ടായിരുന്നു. ഒരെണ്ണം ഉണങ്ങിപ്പോയതാണ് ഈ മദർ പ്ലാന്റ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. 4-5 വർഷം വരെയൊക്കെ നിൽക്കും കേട്ടോ. ഇത് കിഴങ്ങൊക്കെ കുഴിച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ. ഞാൻ ആ ചെറിയ തൈ കുഴിച്ചിട്ട ആ പോട്ടിൽ തന്നെയാണ് ഞാൻ ഈ കിഴങ്ങും കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്താകുമ്പോൾ നമ്മൾ പൊട്ടിമുളച്ച് വന്നാലും അറിയും. പല ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല കിഴങ്ങാകുമ്പോൾ എവിടെയൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന്. പിന്നെ ബാക്കി വന്ന സാഫ് കലക്കി അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഒരു 3-4 മാസം കൂടുമ്പോൾ കുറച്ച് സാഫ് കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ലീഫിന് നല്ല വലിപ്പമുള്ളതുകൊണ്ട് ആ തണ്ടിന് പിടിച്ച് നിൽക്കാനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് അതിന് എന്തെങ്കിലും ചരട് കൊണ്ട് കെട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ നിന്നോളും. ടൈറ്റായിട്ട് കെട്ടരുത്, ലൂസായിട്ട് കെട്ടുക. പിന്നെ ഒരു 6 മാസം കൂടുമ്പം കുറേശ്ശെ ചാണകപ്പൊടിയോ എന്തെങ്കിലും വീട്ടിലെ വേസ്റ്റോ കമ്പോസ്റ്റൊക്കെ ഇട്ടാലും മതി. ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ഔട്ട്ഡോറാണ് വെച്ചിരിക്കുന്നതെന്ന്. ഇതാണ് ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലം. ഒരു വാട്ടർ ടാങ്കാണ് കേട്ടോ. അതിൻ്റെ മുകളിലാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു മുത്തശ്ശി മാവ് നിൽപ്പുണ്ട്. ആ മാവിൻ്റെ ചുവട്ടിലാണ് ഇതാ സൂര്യൻ നോക്കി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയാണ് സൂര്യൻ വരുന്നത്. അതുപോലെ മഴയും വീഴുന്നത് ഇതിനിടെ കൂടെ തുള്ളിയായിട്ടേ വീഴാറുള്ളൂ. അപ്പോൾ അതാണ് അതിനാവശ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ. അതിൻ്റെ ഈ ടാങ്കിൻ്റെ മുകളിൽ അഗ്ലോണിമയുണ്ട്, കലാത്തിയുണ്ട്, കലേഡിയുണ്ട്, അങ്ങനെ പല പല ചെടികളുണ്ട് കേട്ടോ. പിന്നെ ഈ ചെടിയുടെ ഇത് കണ്ടില്ലേ, ഹൈറ്റ് കണ്ടില്ലേ, ഒരു 60 തൊട്ട് 70 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് വെക്കും കേട്ടോ. ഇതിന് നല്ല ഹൈറ്റിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന കാണാൻ ഭംഗിയാണ്. അപ്പോൾ ഇത് ഇല ചിലപ്പോൾ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പ് എന്തെങ്കിലും കുത്തിവെച്ച് പതുക്കെ കെട്ടിക്കൊടുക്കണം. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു കിടിലൻ ചെടിയാണ് കേട്ടോ. ഇതുപോലെ മാവിൻ്റെ ചോടോ എങ്ങനെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ മരങ്ങളൊക്കെ. അതുപോലെ അതിൻ്റെ ചോട്ടിലൊക്കെ ഇതുപോലെ ചെടി വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ഇതിനാവശ്യത്തിന് വെളിച്ചവും കുറേശ്ശെ വെള്ളമെന്ന് വെച്ചാൽ 2 ആഴ്ച കൂടുമ്പം 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയൊക്കെ എനിക്കറിയാവുന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.